2012 ഡിസംബർ 16. ആ ദിവസത്തെ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, ഒരു മനുഷ്യജീവന് സഹിക്കാവുന്നതിനും അപ്പുറം ഒരു പെൺകുട്ടി സഹിച്ച വേദനയുടെ നടുക്കുന്ന ഓർമ്മകൾ പേറുന്ന ദിവസമായി. മറ്റൊന്ന്, ആത്മാഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശത്തിനായി രാജ്യത്തെ സ്ത്രീകളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ച ദിവസമായും. 2012 ഡിസംബർ 16 രാത്രി 9 മണി. സുഹൃത്ത് അവീന്ദ്ര പ്രതാപ് പാണ്ഡ്യക്കൊപ്പം സിനിമ കണ്ട് താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു 23 വയസ്സുകാരിയായ ആ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി. അവർക്ക് മുന്നിലേക്ക് അവരുടെ നാട്ടിലേക്കുള്ള DL01 PC0149 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബസ് വന്നു നിന്നു. ഇരുവരും ബസ്സിൽ കയറി. ഡ്രൈവർ മുകേഷ് ഉൾപ്പെടെ 6 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് പുറപ്പെട്ടതോടെ ഡ്രൈവർ ക്യാബിനിൽ ഉണ്ടായിരുന്ന അക്ഷയ്, റാം സിംഗ് എന്നിവരും കൂടെ ഉണ്ടായിരുന്ന ഒരു 17 വയസ്സുകാരനും നിർഭയയെ ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. സുഹൃത്ത് അവീന്ദ്ര ഇത് ചോദ്യം ചെയ്തതോടെ ബസ്സിലുണ്ടായിരുന്ന മറ്റ് 2 പേരായ വിനയും പവൻ ഗുപ്തയും കൂടി ഇവർക്കൊപ്പം ചേർന്ന് നിർഭയയെ ശല്യം ചെയ്യുന്നത് തുടർന്നു. തടയാൻ ശ്രമിച്ച അവീന്ദ്രയെ ഇരുമ്പ് വടി കൊണ്ടടിച്ച് അവശനാക്കി. പിന്നീട് നിർഭയ പ്രതികളിൽ നിന്നും നേരിട്ടത് ഒരു മനുഷ്യജീവിക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ക്രൂരമായ പീഡനമായിരുന്നു. കൊടിയ പീഡനത്തിന് ശേഷം ഗുരുതരമായി പരിക്കേറ്റ നിർഭയയെയും സുഹൃത്തിനെയും പ്രതികൾ മഹിബാൽ ഫ്ലൈ ഓവറിന് സമീപത്തുള്ള റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. നിലവിളി കേട്ട് ഓടിയെത്തിയ സംഭവത്തിന്റെ ഒന്നാം സാക്ഷിയായ രാജ്കുമാർ എന്നയാൾ രക്തത്തിൽ കുളിച്ച് നഗ്നയായി കിടക്കുന്ന നിർഭയയെയും സുഹൃത്തിനെയുമാണ് കണ്ടത്. രാജ്കുമാർ ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു. ക്രൂരമായ പീഡനം നടന്നതിനാൽ പെൺകുട്ടിയുടെ ചെറുകുടലും വൻകുടലും മുറിഞ്ഞു. ഗർഭപാത്രത്തിനും ഗുരുതരമായി പരിക്കേറ്റു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് 4 പേരെ തിരിച്ചറിഞ്ഞു. സംഭവം പുറത്തറിഞ്ഞതോടെ രാജ്യം അന്നുവരെ കാണാത്ത വൻ പ്രതിഷേധത്തിന് അണപൊട്ടി. ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അവളുടെ ജീവന് വേണ്ടി രാജ്യം കൈകൂപ്പി. വിളക്കുകളും മെഴുകുതിരികളും ജ്വലിച്ചു. നിസ്കാരമുറികൾ നിറഞ്ഞു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക എന്ന മുദ്രാവാക്യവുമായി ജനം തെരുവുകൾ കൈയടക്കി. ജനരോക്ഷം രാഷ്ട്രപതി ഭവൻ മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ആർത്തിരമ്പി. ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ നിലനിൽക്കുന്ന റൈസീന കുന്ന് വരെയുള്ള വഴിയിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ഇതിനകം പോലീസ് മുഴുവൻ പ്രതികളെയും പിടികൂടി. അതിനിടയിൽ തന്നെ രക്ഷിക്കാനാകുമോ എന്ന് പെൺകുട്ടി ഡോക്ടർമാരോട് എഴുതി ചോദിച്ചുവെന്ന വാർത്ത ഇന്ത്യയെ ഒന്നാകം കണ്ണുനീരിലാഴ്ത്തി. പിന്നീട് ആരോഗ്യനില വഷളായതോടെ പെൺകുട്ടിയെ സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 2012 ഡിസംബർ 29 രാജ്യം തലകുനിച്ച് ആ വാർത്ത കേട്ടു. അവൾ ലോകത്തോട് വിട പറഞ്ഞു. ഡൽഹി പെൺകുട്ടി എന്നായിരുന്നു അവളെ ആദ്യം എല്ലാവരും വിളിച്ചത്. പിന്നീട് ജാഗൃതി, ജ്യോതി, അമാനത്ത്, ദാമിനി, ഡൽഹി ബ്രേവ് ഹേർട്ട് എന്നൊക്കെ വിളിച്ചെങ്കിലും ഒടുവിൽ രാജ്യം ഒന്നടങ്കം നിർഭയ എന്ന് വിളിച്ചു. സംഭവത്തിൽ ബസ് ഡ്രൈവറായ റാം സിംഗ്, സഹോദരൻ മുകേഷ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ എന്നിവരും 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പ്രതിയുമാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാതിരുന്ന പ്രതിക്ക് പ്രായത്തിന്റെ ഇളവ് ലഭിച്ചതിനാൽ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ ജയിൽ മോചിതനായി. മുഖ്യപ്രതിയായിരുന്ന റാം സിംഗ് ജയിലിൽ തൂങ്ങി മരിച്ചു. മറ്റു പ്രതികളായ മുകേഷ് സിംഗ്, അക്ഷയ് കുമാർ സിംഗ്, പവൻ ഗുപ്ത, വിനയ് ശർമ്മ എന്നിവരെ സംഭവം നടന്ന് 7 വർഷങ്ങൾക്കും 3 മാസങ്ങൾക്കും ശേഷം 2020 മാർച്ച് 20 പുലർച്ചെ 5:30 തീഹാർ ജയിലിൽ തൂക്കിലേറ്റി. ശിക്ഷ നടപ്പായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ജനങ്ങൾ ജയിലിന് പുറത്ത് മധുരം വിതരണം ചെയ്തു. കുറ്റകൃത്യങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇരയാവുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ പിന്തുണയും കൗൺസിലിംഗും നിയമനിർദ്ദേശങ്ങളും നൽകുക, മാനസിക സാമ്പത്തിക പുനരധിവാസം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്റെ മകളുടെ ഓർമ്മയ്ക്കായി നിർഭയ ജ്യോതി ട്രസ്റ്റ് എന്ന ട്രസ്റ്റിനും കുടുംബം തിരിതെളിച്ചു. ഇതിനിടയിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജയ് പ്രകാശ് സിംഗ് നിർഭയക്കെതിരെ സംസാരിച്ചത് ഏറെ വിവാദങ്ങളുണ്ടാക്കി. തന്റെ മകളാണ് രാത്രി ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുകയും വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് കുടുംബത്തെ അപമാനിക്കുകയും ചെയ്തതെങ്കിൽ തലയിലൂടെ ഒരു കന്നാസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നായിരുന്നു ആ വിവാദ പ്രസ്താവന. നിർഭയയുടെ മരണത്തോടെ ഇനി ആർക്കും ഇങ്ങനെ ഉണ്ടാവരുതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ കോടതി ഉത്തരവിറക്കി. നിർഭയ സംഭവത്തിലുണ്ടായ പ്രതിഷേധം രാജ്യത്ത് പീഡന നിയമവിരുദ്ധം കർശനമാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. സ്ത്രീകളെ സഹായിക്കുവാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനറിനും കേന്ദ്രം തുടക്കമിട്ടു. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കേസ് വേഗത്തിൽ തീർപ്പാക്കുവാനായി
അതിവേഗ കോടതികൾ സ്ഥാപിച്ചു. പോലീസും സ്ത്രീ സൗഹൃദ നടപടികൾ സ്വീകരിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി നിരവധി നിയമനിർദ്ദേശ മാനദണ്ഡങ്ങൾക്കും നിർഭയ സംഭവം വഴി തെളിച്ചു. നിർഭയ എന്ന പേരിൽ അഭയകേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. കൂടാതെ നിയമത്തിൽ ഭേദഗതി വരുത്തി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാമെന്ന നിയമം ഭേദഗതി ചെയ്തു. ബലാത്സംഗം, ആസിഡ് ആക്രമണം, ശല്യം ചെയ്യൽ, ഒളിഞ്ഞുനോട്ടം തുടങ്ങിയവയ്ക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കി. സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന്റെ പ്രായപരിധി 18 വയസ്സാക്കി. നിർഭയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്കുള്ള പുതിയ മാർഗരേഖ പുറത്തിറക്കി. ബലാത്സംഗത്തിനിരയായിട്ടുള്ള സ്ത്രീയുടെ ചിത്രവും വ്യക്തിവിവരങ്ങളും വെളിപ്പെടുത്തരുത് എന്നതായിരുന്നു നിയമം. കോടതി ഫയലുകളിൽ പോലും പീഡനത്തിനിരയായിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ നൽകരുതെന്നും കേസ് നടപടികൾക്കിടെ പേരുകൾ ജഡ്ജിമാർ വെളിപ്പെടുത്തരുതെന്നും നിർദ്ദേശമുണ്ട്. ഇത്രയേറെ നിയമങ്ങൾ പൊളിച്ചെഴുതിയിട്ടും സ്ത്രീകൾക്ക് പേടി കൂടാതെ ജീവിക്കുവാൻ ഇപ്പോഴും കഴിയുന്നില്ലെന്ന് തെളിയിച്ച നിരവധി പീഡന കേസുകൾ നിർഭയ സംഭവത്തിനു ശേഷവും രാജ്യത്ത് അരങ്ങേറി എന്നത് രാജ്യത്തെ ഒരുപോലെ ചിന്തിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു. 2017 ജൂണിൽ ഉത്തർപ്രദേശിലെ ഉല്ലാവ് ജില്ലയിലെ 18 വയസ്സുകാരിക്ക് നേരെയുണ്ടായ ബലാത്സംഗവും 2018 ജനുവരിയിൽ ജമ്മു കാശ്മീരിലെ കത്തുവായിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതും വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകവുമെല്ലാം ഇത്തരത്തിൽ രാജ്യം ഒന്നടങ്കം നാണിച്ച് തല താഴ്ത്തിയ സംഭവങ്ങളാണ്. നിയമങ്ങൾ ശക്തിപ്പെടുത്തിയതുകൊണ്ട് മാത്രം രാജ്യത്ത് സ്ത്രീകൾക്ക് നിർഭയമായി ജീവിക്കുവാൻ സാധിക്കില്ല എന്നതിന് ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം.